എന്റെ വീട്ടിൽ കറണ്ട് ബില്ല് ഇപ്പോൾ ഒരു 5000 രൂപയാണ് വരുന്നത്. അപ്പൊ ഞാൻ സോളാർ വെക്കുകയാണെങ്കിൽ എത്ര കിലോ വാട്ട് വെക്കേണ്ടി വരും? 5000 രൂപയില്ല തന്റെ കറണ്ട് ബില്ല്. 5000 രൂപയുടെ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ ഏകദേശം താൻ 600 യൂണിറ്റ് ഉപയോഗിക്കേണ്ടവ. തനിക്കൊരു 3 കിലോ വാട്ട് ഉണ്ടെങ്കിൽ ധാരാളം മതി. ഞാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് തനിക്ക് തന്നെ പറഞ്ഞുതരാം. നമുക്ക് 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരിക. 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ല് 720 യൂണിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കിലോ വാട്ട് മതി. അല്ല 1250 യൂണിറ്റ് വരെയാണ് നമ്മുടെ ഉപയോഗം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോ വാട്ട് മേടിക്കാം. അപ്പൊ തന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 യൂണിറ്റ് 2 മാസമാണ്. അതായത് മാസത്തിൽ 300 യൂണിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ തന്റെ കറണ്ട് ബില്ല് 0 ഡൗൺ ആയി പോകും. അപ്പൊ 3 മതി. ചേട്ടാ, ഈ സോളാർ വെക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവിടെ സോളാർ വെച്ചുകൊണ്ട് ഗുണം മാത്രമല്ലേ ഉള്ളൂ. താൻ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് വേണ്ടി സൂര്യൻ ഫ്രീ ആയിട്ട് പണിയെടുത്ത് തരികയാണ് നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് തനിക്ക് വേറെ അതിനേക്കാൾ ചീപ്പായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി ലോകത്ത് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ ഗ്യാസിന്റെ കൺസംഷൻ, നമ്മുടെ ഫ്യൂവൽ എക്സ്പെൻസ്, ഇതൊക്കെ കട്ട് ഡൗൺ ചെയ്യാനായിട്ട് സോളാർ അല്ലാണ്ട് മറ്റൊരു മാർഗം ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ലോകത്തിലെ ഏറ്റവും ചീപ്പറാണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആജീവനാന്ന് വർക്ക് ചെയ്തോളൂ. പിന്നെ അതിനെ കുറിച്ചിട്ട് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. അപ്പൊ ഒരു വട്ടത്തെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഒരു ലൈഫ് ടൈം മുഴുവൻ തന്റെ ഒരുപാട് സേവിങ് ഉണ്ടാക്കി തരും ഒരു സോളാർ. സോളാർ വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടാ, ഈ സോളാറിൽ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്നൊക്കെ കേൾക്കണ്ടല്ലോ. അപ്പൊ അതിൽ ഏതാ വെക്കുക? എടോ, സബ്സിഡി വേണമെന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് വെക്കണം, അതല്ലെങ്കിൽ ഹൈബ്രിഡ് വെക്കണം. ഓഫ് ഗ്രിഡിന് സബ്സിഡി ഇല്ല. 3 തരത്തിലാണ് അതുള്ളത്. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്രിഡിലേക്ക് വൈദ്യുതി കൊടുക്കുന്നു. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. നമ്മൾ ഗ്രിഡിലോട്ട് വൈദ്യുതിയും കൊടുക്കുന്നുണ്ട്, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ പൊതുവെ കറണ്ട് ബില്ല് കുറയ്ക്കുകയാണ് എന്റെ ആവശ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓൺ ഗ്രിഡ് ചൂസ് ചെയ്യുക. അതാണ് നല്ലതായിട്ട് വരിക. ചേട്ടാ, സാധാരണ ഒരു വീട്ടിൽ 3 കിലോ വാട്ട് സിസ്റ്റം ആണല്ലോ വെക്കാറ്. 3 കിലോ വാട്ട് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ എത്ര AC വരെ വർക്ക് ചെയ്യും? AC മാത്രമല്ല, എല്ലാ നമ്മുടെ വീട്ടിലുള്ള എക്യുപ്മെന്റ്സും സാധാരണ KCBയിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഉപയോഗിച്ച് ഒരു അഡീഷണൽ പവർ സോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള എനർജി സൂര്യൻ തരുന്നത് എടുത്തിട്ട് KCBയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയും കൊടുക്കുന്ന വൈദ്യുതിയും ഒരേ വിലയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് 100 യൂണിറ്റ് ആണ്. നമ്മൾ കൊടുത്തത് 100 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് വൈദ്യുതി ചാർജ് വരില്ല. അതല്ല, നമ്മൾ കൊടുത്തത് കൂടുതലാണെങ്കിൽ 1 യൂണിറ്റിന് 3 രൂപ 10 പൈസ വെച്ച് KCB തരും. അല്ല, KCBയുടെ വൈദ്യുതിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരിഫ് പ്രകാരം 6 രൂപ 7 രൂപ 9 രൂപ വെച്ചിട്ട് നമ്മൾ KCBക്ക് കൊടുക്കേണ്ടി വരും. ഇതാണ് അതിന്റെ ഒരു രീതി. അതല്ലാണ്ട് സോളാറിന് നേരിട്ട് വൈദ്യുതി ഉപയോഗിച്ചിട്ടല്ല AC വർക്ക് ചെയ്യുക. ചേട്ടാ, അപ്പോൾ നമ്മൾ 3 കിലോ വാട്ട് സോളാർ വെച്ചിട്ട് കറണ്ട് പോവുകയാണെങ്കിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വർക്ക് ചെയ്യും? ഇല്ലടാ, കറണ്ട് പോയി കഴിഞ്ഞാൽ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അതൊരു വേൾഡ് വൈഡ് സേഫ്റ്റി റൂളാണ്. നമ്മൾ ഓൺ ഗ്രിഡ് വെക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക്, അതായത് കറണ്ട് കമ്പിയിലേക്ക് കറണ്ട് പ്രവഹിച്ചാൽ അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് അപകടം ഉണ്ടാവും. അപ്പൊ അതിനാൽ ഒരു സ്ഥലത്തും നമ്മൾ ഓൺ ഗ്രിഡ് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ വർക്ക് ചെയ്യില്ല. നിനക്ക് അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നീ ഹൈബ്രിഡ് സിസ്റ്റോ ഓഫ് ഗ്രിഡ് സിസ്റ്റോ ചെയ്യേണ്ടി വരും. ഹൈബ്രിഡ് സിസ്റ്റം കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നിനക്ക് അത്ര വയബിൾ ആയി തോന്നില്ല. ഓഫ് ഗ്രിഡ് വെക്കുകയാണെങ്കിൽ നിനക്ക് സബ്സിഡി കിട്ടില്ല. ഓൺ ഗ്രിഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പോർഷനിൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ സോളാറും വർക്ക് ചെയ്യാത്ത കണ്ടീഷനാണ് എപ്പോഴും ഉണ്ടാവുക. ചേട്ടാ, സോളാർ വെക്കുമ്പോൾ KCBയിലെ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യണ്ടേ? എടോ, KCBയിൽ താൻ എത്ര കിലോ വാട്ടിന്റെ പ്ലാന്റ് ആണ് വെക്കണേ അത്ര കിലോ വാട്ടിന് ആദ്യം അവിടെ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുക്കാനായിട്ട് താൻ ആദ്യം ചെയ്യേണ്ടത് അനുബന്ധം 1 അല്ലെങ്കിൽ അനക്ഷർ 1 അവിടെ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ ലോഡും ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിക്ക് അനുസരിച്ച് KCB അനുമതി തരും. ഇതിൽ താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി ഒരു വട്ടം തീർന്നു പോയാൽ പിന്നെ അവിടെ സോളാർ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വട്ടം KCB സോളാറിന്റെ അനുമതി നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യണം. അതിന് നമ്മൾ അനുബന്ധം 2 അല്ലെങ്കിൽ അനക്ഷർ 2 കൊടുക്കും. അതിന് പെർ കിലോ വാട്ടിന് 1000 രൂപ GST നമ്മൾ അടയ്ക്കണം. അതിന് 80% എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതിനെല്ലാം ശേഷം പ്ലാന്റ് കമ്മീഷന്റെ ആയ അനുബന്ധം 3 കൊടുത്ത് നമുക്ക് സബ്സിഡിക്ക് അപ്ലൈ ചെയ്യാം. ചേട്ടാ, ഈ മഴയുള്ള സമയത്തും അതേപോലെ തന്നെ ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയിലും സോളാറിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു മഴ, അതുപോലെ തന്നെ കാർമേഘങ്ങൾ, ഇത് രണ്ടും സോളാറിന്റെ എഫിഷ്യൻസിനെ ബാധിക്കും. അത് നമ്മൾക്ക് എങ്ങനെയാ അതിനെ പറയാ വെച്ച് കഴിഞ്ഞാല് മഴക്കാലത്ത് 2 യൂണിറ്റ് ആണ് ഒരു ദിവസം കിട്ടണേ വെച്ചാൽ വേനൽക്കാലത്ത് 6 യൂണിറ്റ് കിട്ടും. അങ്ങനെ ഒരു വർഷത്തിന്റെ മുഴുവൻ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 4 യൂണിറ്റ് വെച്ച് ഒരു ദിവസം 1 കിലോ വാട്ടിന്റെ പാനലിന് പ്രൊഡക്ഷൻ ഉണ്ടാവും. താനിത് ചോദിച്ചുകൊണ്ട് തന്നെ പറയാം. ഇതിന്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷെയ്ഡ്. ഈ ഷെയ്ഡ് പാനലിന്റെ മുകളിൽ വന്ന് നിൽക്കുക പറഞ്ഞാൽ കാർമേഘം വന്ന് നിൽക്കണ പോലെ തന്നെയാണ്. അപ്പൊ ആ ഭാഗത്തുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഇത് ഷെയ്ഡ് ഫ്രീ ഏരിയയിൽ വെക്കും വേണം. മാത്രമല്ല, സ്ട്രിംഗ് ഇൻവെർട്ടർ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എഫിഷ്യൻസിനെ നല്ലോണം ബാധിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു പാനലിൽ എത്രയാണോ എഫിഷ്യൻസി കിട്ടുന്നത് അത് തന്നെയാണ് അടുത്ത 6 പാനലിലും 10 പാനലിലും കിട്ടുക. കുറവ് എഫിഷ്യൻസിയിലാണ് എപ്പോഴും സോളാർ വർക്ക് ചെയ്യുക. അപ്പൊ അത് ഷെയ്ഡില്ലാത്ത ഏരിയയിലും കൂടി വെക്കാനായിട്ട് താൻ ശ്രദ്ധിക്കണം.
ചേട്ടാ എനിക്ക് സോളാർ വെക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം അതിനെന്തെങ്കിലും ലോണോ EMI അങ്ങനെ എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടാവും? അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെക്കാനായിട്ട് റെസിഡൻഷ്യലിന് സുഖമായിട്ട് ലോൺ കിട്ടും. PM സൂര്യഗർ പദ്ധതി വഴി ആണ് ആ ലോൺ സാങ്ഷൻഡ് ആയിട്ട് വരിക. നമുക്ക് 3 കിലോവാട്ട് ആണെങ്കിൽ 7% to 7.5%, 5 കിലോവാട്ടും അതിന് മേലേക്ക് ആണെങ്കിൽ നമുക്ക് 9% to 10% എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ജനസമ്മർദ്ദം എന്ന് പറഞ്ഞ പോർട്ടലുണ്ട്, അതിൽ നമ്മളുടെ ഫീസിബിലിറ്റി എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഡയറക്ട്ലി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ബാങ്കുകളെ കാണാൻ പറ്റും. ആ ബാങ്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് നമുക്ക് സൗകര്യം പോലെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോൺ പ്രോസസ് ആയി കിട്ടും. ചേട്ടാ, സോളാർ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ പറഞ്ഞത്. ഇതിന് ധാരാളം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമോ? ചേട്ടാ, സോളാർ ഒരു ലോ മെയിൻ്റെനൻസ് പ്രൊജക്റ്റ് ആണ്. താൻ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം എല്ലാ പാനലിനും 10 വർഷത്തെ വാറണ്ടിയും പിന്നെ 15 വർഷത്തെ ലീനിയർ പവർ ഔട്ട്പുട്ട് വാറണ്ടിയും ഉണ്ട്. അതായത് 25 വർഷത്തേക്ക് ഈ പാനൽ നമുക്ക് പ്രൊഡക്ഷൻ തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പ്രോപ്പർ ക്ലീനിങ് നമ്മൾ സാധാരണ വെള്ളവും ഷാമ്പു ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അല്ലെങ്കിൽ ഈ ചെറിയ പൊടികൾ അതിന്റെ മുകളിൽ വന്നൊക്കെ ഷെയ്ഡ് പോലെ തന്നെ വരിക. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അത് ചെയ്യണം. പിന്നെ അതിൽ മേജർ ആയിട്ടുള്ള കോമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടർ ആണ്. ഈ ഇൻവെർട്ടറിന് 8 വർഷം 5 വർഷം 10 വർഷമൊക്കെ വാറണ്ടി ഉണ്ട്. സോ നമ്മൾക്ക് ബേസിക്കലി ഒരു ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഏത് വലിയ ബ്രാൻഡും അവരുടെ ഇൻവെർട്ടറിന് 8 വർഷം വാറണ്ടിയും അതുപോലെ തന്നെ 30 വർഷമോ 25 വർഷമോ പാനൽ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരു ഹാസിലായിട്ട് എടുക്കുക വേണ്ട, ഹാസിൽ ഫ്രീ ആയിട്ട് വെക്കാം. ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്ക് 3 കിലോവാട്ടാണ് നല്ലത്. ഇപ്പം 5 കിലോവാട്ട് എടുക്കണേൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ചേട്ടോ, ഹയർ കപ്പാസിറ്റി വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനർജിയുടെ യൂസ് എന്നും കൂടെയുള്ളൂ ചാർജസും. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്കിപ്പോൾ ആവശ്യമുള്ള കപ്പാസിറ്റിനേക്കാൾ ഒരു അല്പം കൂടി ഹയർ വെക്കുക. കാരണം പിന്നീട് അതിന് അപ്ഗ്രഡേഷന് പോണേക്കാൾ നല്ലത് ഇപ്പോഴേ അത് കണ്ടുവെക്കുന്നതാണ്. അതിൽ വേറെ കുറെ കാര്യങ്ങളും കൂടി ഉണ്ട്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തനിക്കത് കൂടുതലായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാലും തന്റെ പേരിൽ തന്നെ വേറൊരു വീട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള വൈദ്യുതിയുടെ 90% അങ്ങോട്ട് കൊടുക്കാം. ബീലിംഗ് എന്ന് പറയും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നാളെ ഒരു EV വെഹിക്കിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ താൻ വെക്കുന്ന ഈ ഒരു ചാർജ് തനിക്ക് പോരായി വരും. ഈ വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് റണ്ണിങ് തരുന്നതാണ്. ഇത്രയും യൂസ് ഉണ്ടെങ്കിൽ താൻ ഓവർ കപ്പാസിറ്റി പോകണമെങ്കിൽ ഒരു തെറ്റുമില്ല. ചേട്ടൻ പറഞ്ഞല്ലോ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിനാണ് സബ്സിഡി കിട്ടുന്നതെന്ന്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ സബ്സിഡി കിട്ടാതെ വരുന്നത്? നമുക്ക് സബ്സിഡി കിട്ടാതെ വരാൻ യാതൊരു സാധ്യതകളും ഇല്ല. കൂടുതലും നമ്മൾ ചെയ്യുന്ന എററുകൾ എന്തെങ്കിലും ആയിട്ടാണ് ഈ സബ്സിഡി വരാതിരിക്കുക. നമ്മൾ എപ്പോഴും ഈ കാര്യത്തിന് മുമ്പ് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ, ആധാർ കാർഡിലെയും താൻ കൊടുക്കുന്ന ബാങ്കിന്റെ പാസ്ബുക്കിലെയും ഇലക്ട്രിസിറ്റി ബില്ലിലെയും പേര് ഒന്നായിട്ടിരിക്കാൻ എപ്പോഴും നോക്കണം. ഇത് 3 ഒന്നാണെങ്കിൽ തന്നെ നമ്മുടെ സബ്സിഡിയുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീർന്നു. രണ്ടാമത്, പാനലുകൾ DCR ആണെന്ന് ഉറപ്പുവരുത്തണം. DCR ഉള്ള പാനലുകൾക്ക് മാത്രമാണ് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി സബ്സിഡി കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ചതികൾ നടക്കുന്നുണ്ട്. അത് പെടാതെ ശ്രദ്ധിച്ച് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാനലുകൾ മാത്രം മേടിച്ച് വെക്കാൻ നോക്കുക. ബ്രാൻഡഡ് ആയിട്ടുള്ള സപ്ലയർമാരുടെ അടുത്ത് നിന്ന് പാനൽ മേടിച്ച് വെക്കാൻ നോക്കുക. അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ സബ്സിഡി ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാതെ വരില്ല. ചേട്ടാ, എന്താ ഈ DCR നോൺ DCR പാനൽസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ DCR നോൺ DCR പാനൽ അല്ലേ, അതെന്താണെന്ന് അറിയടോ? ഈ DCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പാനലുകൾക്കാണ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള പാനൽ വിപണിയിൽ അവൈലബിൾ ആണ്. DCR പാനലുകൾക്ക് വില കൂടുതലായിരിക്കും, നോൺ DCR പാനലുകൾക്ക് വില കുറവായിരിക്കും. അപ്പൊ നമ്മൾ ചതിക്കുഴിയിൽ പെടാതെ നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 6 പാനല് DCR ഉള്ളത് ഉണ്ടായാൽ തന്നെ 78,000 രൂപ സബ്സിഡി കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെ കിട്ടിപ്പോണ്ട്. പക്ഷെ മിനിസ്ട്രിയുടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ വെക്കുന്ന 5 കിലോവാട്ട് ആണെങ്കിൽ 10 പാനലും DCR ഉള്ളതാണെന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തണം. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് അത് എപ്പോഴും ഉണ്ടാവണം. ചേട്ടാ, എന്താ ഈ DCR നോൺ DCR പാനൽസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ DCR നോൺ DCR പാനൽ അല്ലേ, അതെന്താണെന്ന് അറിയടോ? ഈ DCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പാനലുകൾക്കാണ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള പാനൽ വിപണിയിൽ അവൈലബിൾ ആണ്. DCR പാനലുകൾക്ക് വില കൂടുതലായിരിക്കും, നോൺ DCR പാനലുകൾക്ക് വില കുറവായിരിക്കും. അപ്പൊ നമ്മൾ ചതിക്കുഴിയിൽ പെടാതെ നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 6 പാനല് DCR ഉള്ളത് ഉണ്ടായാൽ തന്നെ 78,000 രൂപ സബ്സിഡി കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെ കിട്ടിപ്പോണ്ട്. പക്ഷെ മിനിസ്ട്രിയുടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ വെക്കുന്ന 5 കിലോവാട്ട് ആണെങ്കിൽ 10 പാനലും DCR ഉള്ളതാണെന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തണം. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് അത് എപ്പോഴും ഉണ്ടാവണം.